പുൽപ്പള്ളി താന്നിത്തെരുവിൽ കൂട്ടത്തോടെ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ വിസ്മയ കാഴ്ചയാകുന്നു. പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് പൂക്കൃഷിയിൽ 100 മേനി വിളയിച്ചിരിക്കുന്നത്. പച്ചക്കറി മുക്ക് പൊന്തം വീട്ടിൽ സൂര്യൻ പി ശശിയുടെ അധ്വാനമാണിത്. വീടിനോട് ചേർന്ന 50 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ആരംഭിച്ചത്. മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഇടുക്കിയിലെ നഴ്സറിയിൽ നിന്നാണ് തൈകൾ വാങ്ങിയത്. വാടക വീട്ടിലാണ് സൂര്യനും പിതാവ് ശശിയും മാതാവ് സനിതയും സഹോദരൻ സൂരജും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത്. പൂക്കൾക്കൊപ്പം പാഷൻ ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഗന്ധി ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ചെയ്ത് എടുത്തതാണ്. ഇത് എനിക്ക് സ്വന്തമായി സ്ഥലമില്ല, വീടുമില്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കുടിൽ തങ്കച്ചൻ ചേരൻ എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ചെയ്തതാണ്. ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവുണ്ടായി. ഇത് ചെയ്യാനായിട്ടുള്ള ഇത് വന്നതെന്ന് പറഞ്ഞാൽ സെന്റ് കാതറിൻസ് HSലെ പയ്യമ്പള്ളി സ്കൂളിലെ ശ്രീജിത്ത് സാറിന്റെ നെൽകൃഷിയും സാറിന്റെ അതിനോടൊപ്പമുള്ള കപ്പ കൃഷി അങ്ങനെയുള്ള കൃഷികളെല്ലാം കണ്ട് ഒരു പ്രചോദനമായി. പിന്നെ വീട്ടുകാരുടെയും സ്കൂളിൽ നിന്നും നല്ല പ്രോത്സാഹനം ഉണ്ടായി. പഠനത്തോടൊപ്പം ഈ ഒരു പരിപാടി കൂടെ കൊണ്ടേ നടക്കാൻ കഴിഞ്ഞതിൽ ഇതാവുന്നു. ഇന്നിതാ നല്ല വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണെന്ന് കാണുകൊണ്ടിരിക്കുന്നത്. 2023 കുട്ടിക്കർഷകനുള്ള പഞ്ചായത്തിന്റെ അവാർഡ് സൂര്യന് ലഭിച്ചിരുന്നു. അടുത്ത വർഷം കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കാനാണ് സൂര്യന്റെ തീരുമാനം. വിരിഞ്ഞു നിൽക്കുന്ന പൂപ്പാടം കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി.